ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതേ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ട് വരുവാണ് കേട്ടോ. പിന്നെ നമ്മളുടെ വീട്ടിൽ താഴെ നിന്ന് പറിക്കാൻ പറ്റുന്ന മാവുണ്ട്. അപ്പോൾ കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം അതിൽ നിന്നും കുറച്ച് മാങ്ങയൊക്കെ പറിച്ചിട്ട് കുറച്ച് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാൻ പ്ലാൻ ചെയ്ത് പോവാണ് കേട്ടോ. ഇനി ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാം. ഇതിൽ നിന്ന് എന്തൊരു മണമാണെന്നറിയോ? നീ ഒരു മാങ്ങ മതിയോ? മാങ്ങ ജ്യൂസാണോ? അപ്പൊ രണ്ട് മാങ്ങ വേണോ? അപ്പൊ ബ്ലാക്ക് സോൾട്ട് അല്ലേ മെയിൻ ഇടുന്നത്? അത് ബ്ലാക്ക് സോൾട്ട്, അത് പിങ്ക് സോൾട്ട് ഒന്നും അല്ലത്. ചൂട് കാലത്ത് എരിവും പുളിയും മധുരവും ഒക്കെ വരുന്ന ഒരു ജ്യൂസാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെപ്പോഴും പഴുത്ത മാങ്ങയും കൊണ്ട് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കുക, പിന്നെ അല്ലെങ്കിൽ അത് ഐസ് ട്രേക്കകത്ത് ഐസ് ക്യൂബ് ആക്കി കഴിക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു പതിവ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പച്ച മാങ്ങ ജ്യൂസ് കുറേ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇത് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഒരു കുഞ്ഞു പീസ് മുളക് എടുത്തുള്ളായിരുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, വീട്ടിലെ മുളകിന് ഭയങ്കര എരിവായിരുന്നു. കുറച്ച് എരിവ് കൂട്ടിലായിരുന്നു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതല്ലേ നേരത്തെ കളയാതിരിക്കാൻ കുടിച്ചു. അങ്ങനെ നമ്മൾ മാങ്ങ അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അതേ, ഞാൻ കുഞ്ഞു പീസായിട്ടാണ് അടിക്കുന്നത്, വേറൊന്നുമല്ല. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അടിച്ച് കിട്ടില്ല കേട്ടോ. എപ്പോഴും എന്താണെങ്കിലും മിക്സഡ് ജാറിലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരുന്നതായിരിക്കും നല്ല. അല്ലെങ്കിൽ നമ്മൾ വെറുതെ മെനക്കെടുന്നത് മിച്ചമായിരിക്കും, അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. എന്തുവാടാ? ശകലം മതി. അതൊക്കെ കുത്തി കൊടുക്കും. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയൊക്കെയുള്ള നല്ല അടിപൊളി ജ്യൂസായിരുന്നു. കുറച്ച് എരിവ് തോന്നിയെങ്കിലും കുറച്ചുകൂടെ വെള്ളം നമ്മൾ ഒഴിച്ച് ബാലൻസ് ചെയ്തപ്പോഴത്തേക്ക് ആ എരിവൊക്കെ ഓക്കെ ആയി. പിന്നെ കുറച്ച് എനിക്ക് തോന്നിയത് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ച് കുടിച്ചപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. ഐസ് ക്യൂബ് വെച്ചെങ്കിലും അത് വെളിയിലെടുത്ത് വെച്ച് കുഞ്ഞതിൽ കളിച്ചപ്പോഴത്തേക്ക് അതങ്ങ് അലിഞ്ഞു പോയി. അപ്പോൾ ദേ കൊച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അടിപൊളി ജ്യൂസായിരുന്നു കേട്ടോ.